ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് വന്നിരിക്കുന്നത് രുചികരമായിട്ടുള്ള നേന്ത്രപ്പഴം ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്ര ബുദ്ധിമുട്ടോ ടൈമോ ഒന്നും വേണ്ട ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണിത്. ഇത്രയും ചുട്ടുപൊള്ളുന്ന ഈ ഒരു സമയത്ത് ഇതുപോലൊരു നേന്ത്രപ്പഴം ഐസ്ക്രീം കഴിച്ചാൽ കിട്ടുന്ന ആശ്വാസം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വെറും 2-3 ചേരുവകൾ മാത്രം മതി ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കാനായിട്ട്. ഇനി അതല്ല, നേന്ത്രപ്പഴം മാത്രം വെച്ചിട്ടും നമുക്ക് ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നേന്ത്രപ്പഴം ഐസ്ക്രീം തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാനിതാ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ നല്ലതുപോലെ കറുത്തു പോയിട്ടുള്ള നേന്ത്രപ്പഴവും നമുക്ക് ഈ ഒരു റെസിപ്പിക്കായിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഈ നേന്ത്രപ്പഴം ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കനം കുറച്ചൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് കട്ടിയിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം. അതിനായിട്ടൊരു സിപ്പ് ലോക്ക് ബാഗോ അല്ലെങ്കിൽ ഇതുപോലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊരു 2-3 മണിക്കൂർ നേരത്തേക്ക് ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇതിവിടെ 3 മണിക്കൂർ ആയപ്പോഴാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും, നല്ലതുപോലെ തന്നെ പഴം ഫ്രീസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ പഴം നല്ലതുപോലെ തന്നെ കട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുക്കാൻ വേണ്ടി മാത്രം നമ്മളിതിലോട്ട് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് ചേർക്കാതെ നിങ്ങൾക്ക് അരച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് അരിഞ്ഞ് കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ മാത്രം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അധികം ആവാൻ പാടില്ല. അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരത്തിനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചൊന്ന് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തേനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെറും 1 ടേബിൾ സ്പൂൺ തേന് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ തേനോ പഞ്ചസാരയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സിൽക്കി ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട്. പക്ഷേ നമ്മൾ ഐസ്ക്രീമാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിതിലോട്ട് വാനില എസൻസ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് വാനില എസൻസ് ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ വാനില എസൻസ് ചേർക്കണം എന്നില്ല, പഴത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് മാത്രം മതിയാകും. വാനില എസൻസ് ചേർക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഐസ്ക്രീമിൻ്റെ അതേ രുചി കിട്ടുന്നതായിരിക്കും. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി ഇത് 1 മണിക്കൂർ നേരത്തേക്കൊന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. അത്രയേ വേണ്ടൂ. നമ്മുടെ ബനാന ഐസ്ക്രീം തയ്യാറായി കിട്ടും. മറ്റുള്ള ഐസ്ക്രീം ഉണ്ടാക്കുന്നത്ര ബുദ്ധിമുട്ടൊന്നും ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ആവശ്യമില്ല. വേറെ ഐസ്ക്രീമൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മളിത് ആദ്യം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം. ഫ്രീസ് ചെയ്ത ശേഷം വീണ്ടും മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്യണം. അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിന് അതൊന്നും ആവശ്യമില്ല. ഇതാ ഞാനിപ്പോൾ ഇതിവിടെ 2 മണിക്കൂർ ആകുമ്പോഴാണ് പുറത്തെടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ടെക്സ്ചർ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ നോർമൽ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചറിലോട്ട് തന്നെ ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്രയൊക്കെ മതിയല്ലോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ, നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ ധാരാളം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ആ ടെക്സ്ചറൊക്കെ അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന ഐസ്ക്രീം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ചൊന്ന് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഡയറി മിൽക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ രുചി ഒന്നുകൂടി കൂടും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു നേന്ത്രപ്പഴം ഐസ്ക്രീം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾ ചെയ്യുകയാണെങ്കിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സമയത്ത് മാത്രം നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം അവർക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും മറക്കരുത്. ചൂടിൽ നിന്നൊക്കെ ആശ്വാസം കിട്ടാനായിട്ട് ഇതുപോലെ ഈസി ആയിട്ടുള്ള നേന്ത്രപ്പഴം ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കൂ. അവരും ഹാപ്പിയാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അതുപോലെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിടണേ. അങ്ങനെയാകുമ്പം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.